കിങ്ഫിഷറിന്റെ ആദ്യ വർഷം രാജ്യത്തെ എല്ലാ എയർപോർട്ടിലെയും കിങ്ഫിഷർ മാനേജർമാർ എയർലൈനിന്റെ ഷെഡ്യൂൾ ടൈമും യഥാർത്ഥ ഡിപ്പാച്ചർ ടൈമും വിജയ് മല്യയ്ക്ക് പേഴ്സണലായി മെസ്സേജ് ചെയ്യണമായിരുന്നു. കിങ്ഫിഷർ എയർലൈൻസിന്റെ പെർഫോമൻസ് ഓൺലൈനായി തന്നെ മല്യ നേരിട്ട് മോണിറ്റർ ചെയ്തു. ഡിപ്പാച്ചറിൽ ഡിലേ വന്നാൽ അപ്പോഴേ വിളിച്ച് കാര്യം തിരക്കി. കിങ്ഫിഷർ ഒന്നാമതെത്തിയത് മല്യയുടെ മാർക്കറ്റിംഗ് തന്ത്രവും കണിശതയും കൊണ്ട് തന്നെയായിരുന്നു. 2008 തന്റെ ഹോം ഗ്രൗണ്ടായ ബാംഗ്ലൂരിൽ നിന്നും ലണ്ടനിലേക്ക് കിങ്ഫിഷർ ആദ്യ അന്താരാഷ്ട്ര വിമാന സർവീസ് തുടങ്ങി. 2010 ആയപ്പോഴേക്കും കിങ്ഫിഷർ ഇന്ത്യയുടെ ആഭ്യന്തര ആകാശ മാർക്കറ്റിൽ രണ്ടാമത്തെ വലിയ വിപണി വിഹിതം സ്വന്തമാക്കി. എന്നാൽ എയർ ഹോസ്റ്റസുമാർക്കും ബോളിവുഡ് സുന്ദരികൾക്കും മോഡലുകൾക്കുമൊപ്പമുള്ള മല്യയുടെ ഗ്ലാമർ ബിസിനസ് അപ്പോഴേക്ക് ദ്രവിച്ചു പകുതിയായിരുന്നു. വർദ്ധിച്ചു വന്ന നഷ്ടങ്ങളും അക്കൗണ്ടുകൾ മരവിപ്പിക്കപ്പെട്ടതും കോടതികളിലെത്തിയ ഹർജികളുമെല്ലാം മല്യ എന്ന ഷോ ബിസിനസ്സുകാരനെ വരിഞ്ഞു മുറുക്കുകയായിരുന്നു.